Watch full episodes on Jio Hotstar. ये പറയുന്നത് സിപ്പാഹി സിപ്പാഹി രംഗീല ഇപ്പൊ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ മായാജലം കാണിക്കേ. ഒരു രക്ഷയില്ല. അല്ല, ഇതാരാ? ആ കാണുന്ന പുസ്തകം തന്നെ. രുദ്ര, ഇതെന്തായാലും ഗംഭീരമായി. ആ പുസ്തകത്തിന്റെ ഓരോ പേജസും മാജിക്കലി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം രംഗീല. സിപ്പാഹികളെ, ഹെറോഷസ് പറഞ്ഞത് കേട്ടില്ലേ? നിർത്ത്. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഇതെല്ലാം എന്താ? വാ, നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഫുൾ ബുക്ക് നമുക്ക് കിട്ടിയില്ല. കിട്ടിയത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ നോടി രക്ഷപ്പെടേ. ആ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന പെണ്ണിനെ പിടിക്ക്. ഇവര് ആ കുട്ടികളാണ്. ഇവരാണ് ബാബാദിനെ രക്ഷിച്ചത്. ഇവർക്ക് കുറെ മാജിക് ഒക്കെ അറിയാം. നീ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല? നിങ്ങളെ മാജിക് ബുക്കുമായിട്ട് അകത്തേക്ക് പോയിട്ട് ഞാൻ എന്ത് പറയാനാ? ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എല്ലാം നിങ്ങൾക്ക് വന്ന് പറയാം, ഇല്ലെങ്കിൽ വിട്ടുപോകും. ഇല്ല, ഞാൻ അവരെ ഇങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ചക്ക, നീ വളരെ മിടുക്കരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. മായാജാല ശക്തി ഉപയോഗിച്ച് അപ്രത്യക്ഷമാകാൻ ശ്രമിക്കുകയാണോ? എനിക്കും ഒരുപാട് മാജിക് അറിയാം. ഈ കാണുന്ന പ്രകാശത്തിൽ എല്ലാവരുടെ മാജിക് എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കും. മൊത്തം പ്രശ്നമായെന്ന് തോന്നുന്നല്ലോ രുദ്ര. ഇനി നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, ആരും അനകരുത്. നമുക്ക് അവരെ ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. അത് ശരി, ഞാൻ നിൽക്കുന്നു. കണ്ടു നിങ്ങളെ. പിടിക്കവരെ. നമ്മൾ പിടിക്കപ്പെട്ടു. ഇവിടുന്ന് പോകാം രുദ്ര. അവരുടെ പുറകെയോട്. രുദ്ര, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഐഡിയ. അല്ല, എവിടെ പോയി അവര്? ഇല്ല. അത് എലിയുടെ ഷാഡോ ആണ്. കണ്ട് പേടിക്കണ്ട. ആ 5 കല്ലുകളെ കുറിച്ചുള്ള രഹസ്യം എന്താണ്?
ആദ്യത്തെ കല്ലിന് ഭൂമിയുടെ ശക്തിയുണ്ട്, രണ്ടാമത്തെ കല്ലിൽ ആകാശത്തിന്റെ ശക്തിയുണ്ട്, മൂന്നാമത്തതിൽ അഗ്നിയുടെ ശക്തിയുണ്ട്, നാലാമത്തതിൽ കാറ്റിന്റെ ശക്തിയുമുണ്ട്, അഞ്ചാമത്തതിൽ മിനറൽസിന്റെ ശക്തിയുമുണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി, അങ്ങനെ ഏതൊരു മിനറൽസിനെയും തന്റെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ശക്തി അതിനുണ്ട്. സമ്മതിച്ചു. എറോഷ്യസ് ആ കല്ലുകളെല്ലാം സ്വന്തമാക്കി അത്രയും ശക്തിമാനായിട്ട് മാറിപ്പോകും. പിന്നെ ആർക്കും അവന്റെ കഥ അവസാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ കല്ലുകൾ വെച്ച് എന്ത് ചെയ്യും? സൂര്യഗ്രഹണം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആ കല്ലുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അതും ആ മാജിക് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഒരുപക്ഷെ കൊണ്ടുവയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യഗ്രഹണം അവസാനിച്ചതിന് ശേഷം ആദ്യത്തെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിച്ചാൽ ഈ ലോകം മുഴുവനും നശിച്ചു പോകും. അപ്പൊ അവര് ഏതോ മാജിക് ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് ഇന്ത്യ എന്നുള്ള പേരുള്ള രാജ്യത്തിൽ നിന്നാണ്. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ആ 5 കല്ലുകൾ എന്റെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. ദേ ഇതുകൊണ്ടോ? ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇരുട്ടിന്റെ സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കരമായ പ്രകാശം കണ്ട് ഞാൻ പേടിക്കാറുമുണ്ട്. മറ്റുള്ളവർ ചില വസ്ത്രങ്ങൾ അണിഞ്ഞു നടക്കാറുമുണ്ട്. ഇപ്പോൾ അതേ വസ്ത്രമാണ് ഞാൻ മൂടിപ്പൊതിച്ചിരിക്കുന്നത്. ഇരുട്ട് സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കര പ്രകാശം കണ്ട് പേടിക്കാറുണ്ട്. എന്തുവെച്ചാൽ എന്താണ് അർത്ഥം? ഏത് വസ്ത്രങ്ങൾ കൊണ്ടാണോ മറ്റുള്ളവരെ പുതപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ മൂടി പൊതിച്ചാണ് എന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. വേണമെങ്കിൽ ഈ കടകഥ ഞാൻ അല്പം ഈസി ആക്കി തരാം. അല്ലാതെ സോൾവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അത് രാത്രിയിൽ പുറത്തു വരുന്ന വല്ല മൃഗവുമായിരിക്കും. അത് രാത്രി മാത്രമേ പുറത്തു വരൂ. പക്ഷെ അതിൽ ഏത് മൃഗമാണ് വസ്ത്രം അണിയുന്നത്? അത് നിങ്ങൾ തന്നെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. രംഗീല, നീ പസിലിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. നീ അത് വീണ്ടും കൺഫ്യൂസ് ചെയ്ത് വിട്ടിരിക്കുക. ഈ സംഭവം വേറെയാ. ഇത് ഇരുട്ടിൽ മാത്രം പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. അതിഭയങ്കര പ്രകാശം കണ്ടത് പേടിക്കാറുണ്ട്. മറ്റുള്ളവരെ ഇത് പുതപ്പിച്ചുകൊണ്ടിരുന്ന വസ്ത്രം മൂടി പൊതച്ച വസ്ത്രത്തിലാണ് പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രം ഉടുക്കാറില്ല, മൂടി പൊതച്ചാണ് വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രങ്ങൾ അണിയത്തില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. അക്കണക്കിൽ നോക്കുമ്പോൾ അത് മൃഗമാകാൻ ചാൻസ് ഇല്ല. എന്റെ തല മാത്രമല്ല നരീന്റേത്, അതിന്റെ അകത്തിരിക്കുന്ന ബുദ്ധിയും നരീന്റെ തന്നെയാണ്. എന്നിട്ടും ഈ കടുങ്കഥന്റെ ഉത്തരം എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഏത് തരം മനുഷ്യനാണ് അവൻ? അവൻ വസ്ത്രങ്ങൾ അണിയാറില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. ഇരുട്ടിൽ മാത്രം പുറത്തേക്ക് വരുന്നത്. പ്രകാശം കണ്ട് പേടിക്കുന്നു. യെസ് യെസ്, നമ്മൾ ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഒരുപാട് മമ്മീസ് ഉണ്ടാവും. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ മൂടി പൊതച്ചായിരിക്കും ഇരിക്കുന്നത്. അതെ അതെ, മമ്മീസ്. ഇത് മമ്മീസ് തന്നെയാണ്. പക്ഷെ മമ്മീസ് പിരമിഡിലാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാൻ നടക്കുന്ന മമ്മീസിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ബാബാദീൻ സാറേ, ഇതൊന്നും നോക്കിക്കേ. നമ്മൾ കളങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയപ്പോ ബുക്കിൽ ഒരു മാപ്പ് വരാൻ തുടങ്ങി. പക്ഷെ ഇത് ഏതാ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് മാപ്പിനെ ഫോളോ ചെയ്തിട്ട് പോകാം. വരും, നമുക്ക് പുറപ്പെടാം. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ നമ്മൾ നോർത്ത് ഡയറക്ഷനിലോട്ടാ പോകണ്ടേ. രണ്ട് അവിടെയുണ്ട് ധ്രുവ നക്ഷത്രം. അതെപ്പോഴും നോർത്തിലാണുള്ളത്. നമ്മൾക്ക് ആ ദിശയിലാ പോകണ്ടേ. എങ്കിൽ പിന്നെ വരൂ കൂട്ടുകാരെ, നല്ല കാര്യം എന്തിനാണ് ലേറ്റ് ആക്കുന്നത്? നീ ആരാണ്? ഞാനാണ് ബ്ലാക്ക് വിച്ച്. നീ ഇലാക്ക കടന്ന് പറന്നു പോകാനാവില്ല. കല്ലുകളെ തേടി പറന്നു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. മനസ്സിലായോ? രംഗീല, മാറി നിൽക്ക്. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കാം. അന്തർ മന്തർ കാളി കലന്തർ ചൂ.
നമുക്ക് താഴേക്ക് പോകാം. Ibaiska, Sibaiska, Black Witch disappearo. വടക്കതിക്ക് അങ്ങോട്ടാണ്. നമുക്കതേ ആവശ്യത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പറന്നു പോകാൻ കഴിയില്ല. ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. Ibaiska, Sibaiska, hoverboard creato. What? ഇതേതോ മാജിക്കിന്റെ ലൈറ്റ് ആണല്ലോ. ഞാൻ നിൽക്കുന്നു. ദേ അവരുടെ പുറകെ പോ. രുദ്ര, ആ നരികൾ വീണ്ടും എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ചെയ്യേ. എല്ലാരും പെട്ടെന്നിരുന്നേക്ക്. ഇതെന്താണ്? ആകെ പ്രശ്നമാകുന്നതിന് മുമ്പേ എല്ലാരും കയറി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്താ ഏതാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. Ibaiska, Sibaiska, lions danso. എന്റെ സിംഹങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഇതൊക്കെ ചെക്കൻ രുദ്രന്റെ മന്ത്രതന്ത്രങ്ങളാണ്. അറിയുന്നത് അവനെ നമ്മൾ മുകളിൽ കാണില്ല. അതുപോലെ തന്നെയാണ് അവൻ പാതാളത്തിന്റെ അവനും ജീവിക്കുന്നവനാണ്. നമ്മൾ കുറച്ചും കൂടി സൂക്ഷിച്ചു വേണം ചെല്ലേ. മതിയാക്ക്, നിർത്താനാ പറഞ്ഞത്. Watch India's largest kids library only on Jio Hotstar. Download the app now.